ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا ولا تؤتوا السفهاء നിങ്ങൾ വിഡ്ഢികൾക്ക് നൽകരുത് അംവാലക്കും നിങ്ങളുടെ സമ്പത്ത് നൽകരുത് അല്ലതി എങ്ങനെയുള്ള സമ്പത്താണ് ജഅലല്ലാഹു ലക്കും ഖിയാമാ അല്ലാഹു അതിനെ നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാക്കിയിരിക്കുന്നു വർസുഖൂഹും ഫീഹാ നിങ്ങൾ അതിൽ നിന്നും അവർക്ക് ആഹാരം നൽകുക വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ അവരോട് നിങ്ങൾ നല്ല വാചകം പറയുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കാൻ പ്രത്യേകം കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് അനാഥർ. അനാഥരോടുള്ള കാരുണ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് അവരുടെ സമ്പത്ത് അവരുടെ പ്രായപൂർത്തി വരെയും കഴിവിന്റെ പരമാവധി നല്ല നിലയിൽ നോക്കുക എന്നത്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് അവരെ ഏൽപ്പിക്കേണ്ടതാണ്. എന്നാൽ അനാഥർക്ക് പ്രായപൂർത്തിയാകുന്നത്, അനാഥർക്ക് മാത്രമല്ല സനാഥർക്കും കുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് രണ്ട് രീതിയിലാണ്. ഒരു കൂട്ടം ആളുകൾ നല്ല അവസ്ഥയിൽ അവർക്ക് ജീവിതത്തിന്റെ വിലയറിയാം, അവർക്ക് സമ്പത്തിന്റെ നിലയറിയാം, ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രായപൂർത്തിയാകും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പടച്ചവൻ നൽകിയ ബാല്യത്തിന്റെ സമയം തീർച്ചയായിട്ടും കളിക്കാനുള്ളതാണ്, ചിരിക്കാനുള്ളതാണ്, ചാടാനും തുള്ളാനും ആടാനുമുള്ളതാണ്. പക്ഷെ അതിനോടുകൂടി തന്നെ പ്രിയപ്പെട്ട മക്കളെ ഒരുങ്ങാനും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുമുള്ളതാണ്. ഇന്ന് നിങ്ങൾ കുട്ടികൾ, നാളെ നിങ്ങൾ യുവതി യുവാക്കൾ, മറ്റന്നാൾ നിങ്ങൾ കുടുംബത്തിന്റെ നായകൻ നായിക. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് ഒരു കൂട്ടം കുട്ടികൾ ചെറുപ്പത്തിലെ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർ വളരെ നല്ല നിലയിൽ പ്രായപൂർത്തിയുള്ളവരാകും. അല്ലാഹു എല്ലാ മക്കളെയും അങ്ങനെ ആക്കുമാറാകട്ടെ. അങ്ങനെ ഏതെങ്കിലും ആൺകുട്ടിയോ പെൺകുട്ടിയോ അനാഥർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് അവരെ ഏൽപ്പിക്കണം. മോനെ, നിന്റെ വാപ്പ മരിച്ചു, സമ്പത്ത് ഞാൻ നോക്കിയിരുന്നു, ഇപ്പോൾ നീ അത് ഏറ്റെടുക്കാൻ സമയമായി, ഞാൻ ഇവിടെ നിന്ന് മാറാനുമുള്ള സമയമായി, നിന്റെ സമ്പത്ത് നിന്നെ ഏൽപ്പിക്കുന്നു. അല്ലാ. മോളെ, നിന്റെ വാപ്പ മരിച്ചിരുന്നു, സമ്പത്തിന്റെ കാര്യം ഞാനാ നോക്കിയിരുന്നത്, അൽഹംദുലില്ലാ നീ നല്ല അവസ്ഥയിൽ വളർന്ന് വലുതായി കഴിഞ്ഞു, നിന്റെ സമ്പത്ത് നിന്നെ ഏൽപ്പിക്കുന്നു, നീ ഇത് സൂക്ഷിച്ച് ചെലവഴിച്ചുകൊള്ളുന്നു. ഇതാണ് ഒന്നാമത്തെ അവസ്ഥ. അല്ലാഹു ഇതിൽ തന്നെ എല്ലാവരെയും ആക്കുമാറാകട്ടെ. വേറൊരവസ്ഥയുണ്ട്, സങ്കടത്തോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മളുടെ മക്കളിൽ വലിയൊരു വിഭാഗം ഈ അവസ്ഥയിലാണോ എന്ന് പേടിക്കുന്നു, ഭയക്കുന്നു. എന്താണത്? വിഡ്ഢികൾ. ചെറുപ്പത്തിൽ കളിയോട് കളി, പഠിത്തമൊന്നുമില്ല, കളിയോട് കളി, പ്രായപൂർത്തിയായതുപോലും മറിഞ്ഞിട്ടില്ല, അപ്പോഴും കളിയോട് കളി.
ജീവിതത്തെപ്പറ്റി സങ്കല്പമില്ല, നാളെയെപ്പറ്റി ഓർമ്മയില്ല, അലസമായി ജീവിക്കുന്നു. ഉടുപ്പെടുത്തിടും, അത് കീറിപ്പറിച്ച് ഒരു ദിവസം കൊണ്ട് ചമ്മന്തിയാക്കി തരും. ആഹാരം കുറെ എടുക്കും, എത്ര കിട്ടിയാലും മതിയാവുകയില്ല. മൊത്ത വ്യാപാരിയുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ ആഹാരവും എടുക്കും, കുഴച്ച് മറിച്ച് ആഹാരം പിന്നീട് പാഴാക്കും. വണ്ടി ഓടിക്കാൻ അറിയില്ല, വാപ്പയുടെ വണ്ടിയിൽ വലിഞ്ഞു കയറിയിരിക്കും, 110 കയറ്റും, കാറ്, സ്കൂട്ടർ, വിമാനമായ മുകളിൽ കൂടി പറന്ന് എവിടെയെങ്കിലും പോയി ഇടിക്കും. നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുകയില്ല, നിരന്തരം പാച്ച് വർക്കുകൾ. കാലിന്റെ അടിഭാഗം കീറുന്നു, മുട്ട് പൊട്ടുന്നു, കൈകാലുകൾ വളഞ്ഞും തിരിഞ്ഞും പോകുന്നു, പല്ലുകൾ കാലാകാലം മുളയ്ക്കുമെന്നുള്ളതായ ചിന്തയിൽ നിരന്തരം പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വെറും അലസമായ ജീവിതം. ഇങ്ങനെയുള്ളവർക്ക് ആരെങ്കിലും പൈസ കൊടുത്തു, പ്രിയപ്പെട്ട മോനെ മോളെ, നിന്റെ പൈസ ഞാൻ ഇന്നുവരെയും ഉപയോഗിച്ചിരുന്നു, അത് ഇന്നുവരെയും നോക്കിയിരുന്നു, നിനക്ക് പ്രായപൂർത്തിയായി, പൈസ നീ ഏറ്റെടുത്താട്ടെ, 1 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് തീർത്തു തരും. അവിടെ കൊണ്ട് ചെലവഴിക്കും, ഇവിടെ കൊണ്ട് ചെലവഴിക്കും. അള്ളാഹു ഈ ആയത്തിലൂടെ ആ കാര്യം പറയുന്നു. വലാ തുസ്സുഫഹാ അംവാലകും, നിങ്ങൾ വിഡ്ഢികളായ ആളുകൾക്ക് നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട സമ്പത്ത് നിങ്ങൾ ഏൽപ്പിക്കാൻ പാടില്ല. വിഡ്ഢികളാണ്. ആകാശവും ഭൂമിയും അറിയില്ല, രാവും പകലും അറിയില്ല. 1 ലക്ഷത്തിന്റെയും 1 രൂപയുടെ വ്യത്യാസം അറിയില്ല. وَلَا تُؤْتُوا السُّفَهَاءَ أَمْوَالَكُمُ اللَّاتِي جَعَلَ അല്ലാഹു തആല ആ സമ്പത്തിനെ ആക്കിയിരിക്കുന്നു ലക്കും ഖിയാമാ, നിങ്ങൾക്ക് നിലനിൽപ്പിന്റെ ആധാരമാക്കിയിരിക്കുന്നു. സമ്പത്ത് ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്, കാര്യങ്ങൾ സജ്ജീകരിക്കപ്പെടാനുള്ള വഴിയാണ്. സമ്പത്തുണ്ടെങ്കിലേ ആഹാരം ലഭിക്കുകയുള്ളൂ, സമ്പത്തുണ്ടെങ്കിലേ ചികിത്സ നടക്കുകയുള്ളൂ, സമ്പത്തുണ്ടെങ്കിലേ യാത്ര നടക്കുകയുള്ളൂ. സമ്പത്തിലൂടെയാണ് സമുദായങ്ങൾ പുരോഗതി പ്രാപിക്കുന്നത്, സംസ്കാരത്തിന്റെ കെട്ടിടം പൂർണ്ണമാകുന്നത്. സമ്പത്തിലൂടെ വ്യക്തികളും സംഘങ്ങളും നന്മയുള്ളവരാകും. സമ്പത്തിലൂടെ ശത്രുക്കൾക്കെതിരിൽ സഹായം ലഭിക്കും. മഹാന്മാര് പറയുന്നുണ്ട്, അൽമാലു സലാഹുൽ മുഅ്മിൻ, സമ്പത്ത് സത്യവിശ്വാസിയുടെ ആയുധമാണ്. ജനങ്ങളോട് കയ്യും നീട്ടി നടക്കുന്നതിനേക്കാളും മെച്ചം സമ്പത്ത് നല്ല വഴിയിൽ സമ്പാദിച്ചുപയോഗിക്കലാണ്. മഹാന്മാർ അതുകൊണ്ട് തന്നെ കച്ചവടം നടത്തുമായിരുന്നു. എന്തിനാണ്? വലിയ ആർഭാടത്തിൽ കഴിയാൻ വേണ്ടിയല്ല, മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടി. മഹാന്മാര് പറയുമായിരുന്നു, ഇത്തജിറൂ വക്തസിബൂ, നിങ്ങൾ കച്ചവടം നടത്തുക, സമ്പത്ത് സമ്പാദിക്കുക. കാരണം ഇന്നത്തെ കാലഘട്ടം ആർക്കെങ്കിലും സമ്പത്ത് ആവശ്യം വന്നാൽ ഏറ്റവും ആദ്യമായിട്ട് അവൻ ദീനിനെ വിറ്റ് സമ്പത്ത് സമ്പാദിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞു, സമ്പത്തിന്റെ വിഷയത്തിൽ മധ്യമമായ അവസ്ഥ വേണം, സമ്പാദിക്കുന്ന വിഷയത്തിലും ചെലവഴിക്കുന്ന വിഷയത്തിലും. രാവും പകലും സമ്പാദ്യത്തോടെ സമ്പാദ്യം, അതും പറയുന്നില്ല. വിശ്രമം വേണം, ജീവിതകാര്യങ്ങൾ വേണം, സമ്പാദ്യം സമ്പാദിക്കുകയും വേണം. അതുപോലെ ചെലവഴിക്കുമ്പോൾ വാരി വലിച്ച് ചെലവഴിക്കൽ, അല്ലെങ്കിൽ ഒടുക്കത്തെ പിശുക്ക്, രണ്ടുമില്ല, മധ്യമായ രീതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഅല മൻ ഇഖ്തസദ, മധ്യമമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ ദരിദ്രനാകുന്നതല്ല. അൽ ഇഖ്തിസാദു ഫി നഫഖത്തി നിസ്ഫുൽ മഈഷ,
والتودد إلى الناس نصف العقل وحسن العقل نصف العلم. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ചെലവഴിക്കുമ്പോൾ മധ്യമായ നില പുലർത്തുന്നത് അത് ജീവിതത്തിന്റെ പകുതിയാണ്. പഠിക്കണം നമ്മൾ, ജീവിതത്തിന്റെ പകുതിയാണ്. വത്തവദ്ദുദു ഇലന്നാസി നിസ്ഫുൽ അഖൽ, ജനങ്ങളുമായി അടുത്ത് കഴിയുന്നത് പകുതി ബുദ്ധിയാണ്. വഹുസ്നുൽ അഖൽ നിസ്ഫുൽ ഇൽമ, നല്ല ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക് പകുതി അറിവ് ലഭിച്ചു കഴിഞ്ഞു. വലാ തുഅ്തുസ്സുഫഹാ അംവാലകും, അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ജീവിതത്തിന്റെ അവസ്ഥ നിങ്ങൾ തിരിച്ചറിയണം. സമ്പത്ത് നിങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിച്ച് ശീലിക്കണം. സാധന സാമഗ്രികൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം. അനാവശ്യമായി ഉപയോഗിക്കരുത്. ലോകത്തുള്ള ഏറ്റവും വലിയ ഉടുപ്പനി, ഏറ്റവും വില കൂടിയ ഉടുപ്പെനിക്ക് വേണം. ലോകത്താരും ധരിക്കാത്ത ചെരുപ്പെനിക്ക് വേണം. ലോകത്താരും ഇടാത്തതായ ആഭരണം എനിക്ക് വേണം. ഇങ്ങനെയുള്ള വാശികൾ നമ്മൾ പുലർത്തരുത്. ജീവിതം അപകടത്തിലാകും. അനാവശ്യമായി സമ്പത്ത് നിങ്ങൾ ധൂർത്തടിക്കരുത്. വീട് പൊളിച്ചാൽ എന്തു കുഴപ്പം? വാപ്പ ഉണ്ടാക്കിയതാണല്ലോ, വാപ്പ ഉണ്ടാക്കിയതാണ്. നാളെ അദ്ദേഹം യാത്രയാകും. ശേഷം നിങ്ങളാണ് ഈ വീട് ഉപയോഗിക്കേണ്ടത്. വലാ തുഅ്തുസ്സുഫഹാ, നിങ്ങൾ ജീവിതത്തെ മധ്യമമായ നിലയിൽ ചെറുപ്പം മുതലേ പരിശീലിക്കണം. നന്നായി കളിച്ചുകൊള്ളിൻ, നന്നായി ചാടിക്കൊള്ളിൻ. കവി പറയുന്നുണ്ട്, നിങ്ങൾ നന്നായി കളിച്ചുകൊള്ളിൻ, ആകാശത്തുകൂടി പറന്നുകൊള്ളിൻ, മത്സ്യത്തെ പോലെ നീന്തിക്കൊള്ളിൻ. പക്ഷെ നിങ്ങൾ നിങ്ങളെയും പടച്ചവനെയും മറക്കരുത്. അത് ഓർമ്മ വേണം. നിങ്ങളെ മറക്കരുത്. എനിക്കൊരൊറ്റ ശരീരമേ ഉള്ളൂ. കാലൊടിഞ്ഞു പോയാൽ ആകെ ബുദ്ധിമുട്ടാകും. കൈ ഒടിഞ്ഞു പോയാൽ ആകെ ബുദ്ധിമുട്ടാകും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമോ തീർന്നു, എല്ലാം തീർന്നു. ആഹാരം പാഴാക്കരുത്. സാധന സാമഗ്രികൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കണം. എന്തിനാണ് ഈ പാമ്പിന്റെ അത്രയും വലിയ പേസ്റ്റ് നിങ്ങൾ എടുത്തു വെച്ച് പല്ല് തേക്കുന്നത്? എന്തിനാണ് നിങ്ങൾ സോപ്പിങ്ങനെ പതപതാന്ന് പതപ്പിച്ച് വെറുതെ കളയുന്നത്? അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നു. ആഹാരം പാഴാക്കാതിരിക്കുന്നു. സാധന സാമഗ്രികൾ സൂക്ഷിച്ചുപയോഗിക്കുന്നു. വലാ തുഅ്തുസ്സുഫഹാ അംവാലകും, നിങ്ങൾ വിഡ്ഢികളായ ആളുകൾക്ക് നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട സമ്പത്ത് നിങ്ങൾ കൊടുക്കരുത്. അള്ളാഹു നമുക്ക് ബുദ്ധിയും ബോധവും നൽകുമാറാകട്ടെ. ജീവിതത്തിൽ സൂക്ഷ്മത നൽകുമാറാകട്ടെ.